ഹേ ഗൈസ്, സോ ഇന്ന് ഞങ്ങൾ കരോളിന് പോവാണ്. ഡേ 1 ഓഫ് കരോൾ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പള്ളിയിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് ഞങ്ങൾക്ക് ട്രാവലർ വെച്ച് പോകും. അങ്ങനെ പാട്ടൊക്കെ ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നു. പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങളുടെ പള്ളിയിൽ തൊട്ടടുത്തിന് ഞങ്ങളുടെ ഇടവകയിൽ ഒരാൾക്കാരുണ്ടായിരുന്നു. അവിടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് തുടങ്ങി. എല്ലാ ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രാവലർ കയറി നെക്സ്റ്റ് ഞങ്ങൾ ജീവൻ ജ്യോതി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരു എന്താ പറയുക, ഈ കൊച്ചു പിള്ളേരൊക്കെ ഞങ്ങൾ എടുത്ത് വളർത്തുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വേറെ വീട്ടിലോട്ട് പോവാണ്. ട്രാവലർ ഒന്നും പറയല്ലേ, മോർണിംഗ് അടിപൊളി. ഞങ്ങൾ വൈബടിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് വീട്ടിൽ പോയി. അവിടെ പോയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ റിപ്പീറ്റ് അത് തന്നെ, വേറെ നമുക്ക് പണിയൊന്നുമില്ലല്ലോ. പക്ഷേ കരോൾ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ക്രിസ്മസ് ടൈം വരുമ്പോഴേ നമുക്കൊരു എന്താ പറയുക, കരോളിൽ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഈ ചിൽ സംഭവം ഞാനായിരുന്നു വായിക്കാൻ പോകുന്നത്. വൈക്കല്ല, വെറുതെ കൊട്ടിയാൽ മതിയല്ലോ അത് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഓരോ വീട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് ഈ ഡേ 1 അടുത്തടുത്തുള്ള വീട്ടിലാണ്. ഡേ 2 ഞങ്ങൾക്ക് എന്താ പറയുക, കുറേ ദൂരമുള്ള വീടൊക്കെ വരുന്നത്. അങ്ങനെ ഈ വീട്ടിലൊക്കെ പോയി അങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടി നല്ല വൈബായിരുന്നു. ഈ തണുപ്പത്ത് ഇങ്ങനെയൊക്കെ ഡ്രമ്മൊക്കെ കൊടുമ്പോൾ ഒരു എന്താ പറയുക, ഒരു വൈബല്ലേ. പിന്നെ ഞങ്ങൾക്കൊരു കരാറുണ്ടായിരുന്നു, ക്രിസ്മസ് പാപ്പ നെക്സ്റ്റ് ഓരോ വീട് പോകുമ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യാം. മൂന്ന് വീട് വേറുമ്പോൾ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പം ഇനി ഞാനാണ് ഗൈസ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒരു തെണ്ടുകളും മാറിയിട്ടില്ല, ഞാൻ മാത്രമായിരുന്നു അത്രയും വീടും കളിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഞാനൊക്കെ ആയി നല്ല കോമഡി ആയിരുന്നു. കാരണം മാസ്ക് ഇട്ടിട്ട് കണ്ണൊന്നും കാണുന്നില്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഒരു സ്ഥലത്തിനെ കൊണ്ടു നിർത്തും, അവിടുത്തെ ഞാൻ തുള്ളിക്കൊണ്ടിരിക്കുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ വീട്ടിൽ പോയി ഞങ്ങൾക്ക് ഇവിടെ നിന്നായിരുന്നു ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. എന്താ പറയുക, എന്തോ ഇത്ര നേരം തുള്ളി അവസാനം വിശന്ന് പോയി. ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെ എത്തി. ഇങ്ങനെ പിന്നെന്താ പറയുക, തിരിച്ച് നെക്സ്റ്റ് വീട്ടിലോട്ട് പോകുമായിരുന്നു. അമ്മേൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ അങ്ങനെ എല്ലാവരും വിഷ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഞാനപ്പം തന്നെ സൈഡായി. കാരണം അമ്മാതിരി തുള്ളലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഓരോ പാട്ട് വെക്കും, ഞങ്ങളങ്ങനെ പാടി താളത്തിലൊക്കെ പാടി ഇങ്ങനെ പോവായിരുന്നു. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. സോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. സോ ബൈ.